ട്രോളുകൾ നമ്മൾ പല തരത്തിൽ കണ്ടിട്ടുണ്ടല്ലേ. എന്നാലും ഇതുപോലെ ഒരു ട്രോൾ ഇമേജ് അത് തികച്ചും വൃത്തികെട്ട അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര ബോറായിട്ടുള്ള ഒരു ട്രോൾ ഇമേജ് ആണ് ഇത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മൾ പല രീതിയിലുള്ള ട്രോൾസ് ഫുട്ബോളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളിപ്പോ മെസ്സിയെയും അല്ലെങ്കിൽ അർജന്റീനയും ഒക്കെ കളിയാക്കാനായിട്ട് 2016 മെസ്സി വിരമിക്കൽ പ്രഖ്യാപിക്കുന്ന സമയത്തുള്ള ആ ഒരു കരച്ചിൽ ആ ഒരു ഇമേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് മെസ്സിയെയും അർജന്റീനയും ട്രോൾ ചെയ്തിട്ടുണ്ട് അല്ലെ. പക്ഷെ ഈ ഒരു ട്രോൾ ഇമേജസ് അങ്ങനെ അല്ല എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ട്രോൾ ഇമേജ് ഉണ്ടാക്കിയ ആരാണെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ അച്ഛനെയും അപ്പുറത്തെ വീട്ടിലുള്ള ഒരു മാമനെയും ചേർത്തിട്ട് ഇതേപോലെയുള്ള ഇമേജസ് നാട്ടുകാരിറക്കി ആഘോഷിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കി. അത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ പെങ്ങളോ അമ്മയോ അനിയന്മാരോ ഒക്കെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ നമുക്ക് ട്രോൾസ് ചെയ്യുമ്പോൾ ഒരു മാന്യതൊക്കെ വേണം. അപ്പോ മെസ്സിയുടെ ഫാമിലി ഈ സാധനങ്ങൾ അപ്പൊ ഞാനിങ്ങനെ നോക്കി നമ്മുടെ കേരളത്തില് ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാം പേജുകളിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ളോ ഇതെന്ന് നോക്കി ഞാനിങ്ങനെ ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ മെസ്സി ആൻഡ് ഇൻഫാന്റിനോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഇമേജസ് ആണ് വരുന്നത്. ടൈറ്റാനിക് അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളാണ് വരുന്നത്. സോ അത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് മെസ്സിയുടെ മക്കളുണ്ട്, ചെറിയ പിള്ളേരാണ്, അവന്മാരിത് ഫേസ് ചെയ്യണം. മെസ്സിയുടെ ഫാമിലി, വൈഫ്, ഇവരൊക്കെ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരോപണങ്ങളുടെ മേൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോ പരിപാടികൾ നമുക്ക് കാണിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഇതാരാണ് ചെയ്തത് എന്ന് പോലുമുള്ള ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്ത പലതും ഇങ്ങനെ കാണിക്കും. അപ്പോ അവരെ സംബന്ധിച്ചിട്ട് ഇതൊരു എന്ത് പർപ്പസാന്ന് പോലും നമുക്ക് അറിയില്ല. പക്ഷെ ഇത് ആഘോഷിക്കുന്ന ഫുട്ബോൾ ആരാധകർ, ഇപ്പം ഞാനെപ്പോഴും ഭയങ്കര മാന്യമായിട്ടുള്ള ഒരു ആരാധകരായിട്ടാണ് ഈ ഫുട്ബോൾ ആരാധകരെ കാണുന്നത്. ഇപ്പം നമ്മൾ കളിയുടെ സമയത്ത് പല രീതിയിലുള്ള ഫാൻ ഫൈറ്റുകൾ ഉണ്ടാവും, പല രീതിയിലുള്ളതുണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും നമ്മൾ പ്രീമിയർ ലീഗിലൊക്കെ തന്നെ ആൻഫീൽഡിലേക്കൊക്കെ വരുന്ന ഒരു എവേ ടീമിനെ അല്ലെങ്കിൽ അവരുടെ എവേ ഫാൻസിനെയൊക്കെ ആൻഫീൽഡിൽ അവരെങ്ങനെയാണ് വെൽക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ കാണാറുണ്ട്. സോ അതിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഫാൻസ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫാൻ ട്രോൾസ് എന്ന് പറയുമ്പോൾ ഇത്ര അതിര് കടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോർ പരിപാടി തന്നെയാണ്. എന്ന് ആലോചിച്ച് നോക്കുക, ലയണൽ മെസ്സി എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും കോൺട്രവേഴ്സികൾക്ക് അർജന്റീന ഇരയാവുന്നു. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സീസ് ഒക്കെ സത്യമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ അതോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണോ? ഇനി ഇപ്പം അർജന്റീന ഫാൻസ് ആയിട്ടുള്ള ഏകദേശം 90% ആളുകൾ പറയുന്നത് ഇതൊന്നും ശരിയല്ല, ഇത് ഫൗളല്ല, അർജന്റീനയെ മാത്രം എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അർജന്റീന ചെയ്യുന്ന ഫൗളിനെ മിസ്റ്റേക്കുകളെ മാത്രം പോപ്പപ്പ് ചെയ്യുന്നു. എന്നാൽ ചില ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ അർജന്റീനയുടെ ജേഴ്സി ഇടത്തില്ല, അർജന്റീനയ്ക്ക് സപ്പോർട്ടറാണ്, അർജന്റീനയ്ക്ക് ഫേവറിംഗ് ഉണ്ട് എന്നൊക്കെ പറയുന്ന അർജന്റീന ഫാൻസിനെ ഞാൻ കാണുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഇതൊന്നും ഉള്ളതല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പം ഫുട്ബോളിൽ ഇങ്ങനെയുള്ള സെറ്റിങ്സും പരിപാടിയൊക്കെ നടക്കുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. കാരണം ഫുട്ബോളിൽ ഇതേപോലെ സ്ക്രിപ്റ്റിങ്ങോ അല്ലെങ്കിൽ നേരത്തെ എല്ലാം ഉറപ്പിച്ച് വെച്ചേക്കുന്ന പരിപാടിയോ ആണെങ്കിൽ പിന്നെ ഫുട്ബോളിൽ എന്ത് പ്രസക്തി എന്നുള്ളതാണ്. ഒരു സമയത്ത് നമ്മൾ WWE റെസ്ലിംഗ് കണ്ടുകൊണ്ടിരുന്ന, റെസ്ലിംഗിനെ ഭയങ്കരമായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് റെസ്ലിംഗ് ആണ് എന്നുള്ളതായിരുന്നു. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാരൻ ക്രിസ് ബെനോയിറ്റ് ആയിരുന്നു. അപ്പോ പിന്നീട് അപ്പം പല ചേട്ടന്മാരൊക്കെ വേണ്ടി പറയടാ ഇതൊക്കെ ചുമ്മാ അഭിനയമാണ്, ഡ്രാമയാണ്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. നമ്മൾ ഇല്ല പറ്റില്ല ചുമ്മാ വെറുതെ പറയാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് പ്രായമായപ്പോൾ നമുക്ക് മനസ്സിലായത് ഡ്രാമസ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലായപ്പോ നമുക്ക് റെസ്ലിംഗിനോട് തോന്നിയ ഒരു ഈർച്ചകേടുണ്ട് എന്നുള്ളൊരു സാധനം. ഇതിന്റെ പറയാണോ നമ്മൾ സമയം കളഞ്ഞത് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ റെസ്ലിംഗ് വരുമ്പോ കാണാറ് പോലും ഇല്ല റെസ്ലിംഗ് എന്ത് എന്നുള്ളൊരു മട്ടിലേക്ക് നമ്മൾ മാറി. അപ്പം ഫുട്ബോൾ അങ്ങനെ ആണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. അപ്പോ ഫുട്ബോള് സ്ക്രിപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ മെസ്സിക്ക് വേണ്ടിയുള്ള കപ്പാണ്, അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ മണ്ടത്തരമാണ് എന്ന് തന്നെയാണ്. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതൊരു ഫാൻ ഫൈറ്റ് ടെമ്പറിന്റെ ഭാഗമായിട്ട് സംഭവിച്ചൊരു വീഡിയോ ആണ്. പക്ഷെ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടെമ്പറിങ് മാറിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ പൊട്ടത്തരായി പറഞ്ഞത്. അപ്പൊ കുറച്ച് ഈ നമ്മൾ ഈ ടെമ്പറിങ് ഉണ്ടാക്കുന്നതും ഈ പറയുന്ന അർജന്റീന ഫാൻസ് ആണ് കേട്ടോ. ഇവരുടെ സംസാരം തീരെ ശരിയല്ല. അപ്പൊ ഇവരുടെ ടെമ്പറിങ് കാരണമാണ് നമ്മളും തിരിച്ച് എന്താ പറയാ ഇതിന്റെ അപ്പുറ സാധനം അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ഞാനത് ആ വീഡിയോ പിന്നെ ഡിലീറ്റ് ചെയ്തു വന്നു. കാരണം എനിക്ക് മനസ്സിലായി അത് ഒരുപാട് അർജന്റീന ആരാധകർക്ക് വിഷമം ഉണ്ടാക്കിയെന്നും. പിന്നെ നമ്മൾ ഒരു കോൺട്രവേഴ്സിയെ പറ്റിയിട്ട് പറയുമ്പോൾ തിരിച്ച് ആർക്കും അതിനകത്തൊരു മറുപടി ഇല്ല എന്നുള്ളതാണ്. ഒരു അർജന്റീന ഫാനിന് ഒരു മറുപടി ഇല്ല. അവർക്ക് തിരിച്ചുള്ള മറുപടി എന്ന് പറയുന്നത് ക്രൈമോർ, കരച്ചിൽ കഴിഞ്ഞില്ലേ കരഞ്ഞോളൂ, ഇതല്ലാണ്ട് അല്ലെങ്കിൽ അതേ പറ്റിയിട്ട് ആധികാരികമായിട്ടൊരു കമന്റ് ഇപ്പോ ഇങ്ങനെയാണ് സംഭവം, അല്ല നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇടാൻ അർജന്റീനയുടെ ഒരു ആരാധകന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വിഷമകരമായ കാര്യമാണ്. ഒന്നു പറഞ്ഞാൽ അവരെന്ത് പറയാനാണ്, അവരെ കൊണ്ട് എന്ത് പറയാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഒരു കളി അർജന്റീന ജയിക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് കോൺട്രവേഴ്സി എടുത്തിരുന്നു, അത് ഫൗളായിരുന്നു, ഇത് ഫൗളായിരുന്നു, അർജന്റീനയ്ക്ക് മാത്രം എന്താ ഫേവറിങ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നു. ഈവൻ ഞാനും സംസാരിക്കാറുണ്ട്.
അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്കും കൃത്യമായ ഒരു ആൻസർ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. ഇനിയിപ്പോ നമ്മൾ ഇത്രയും നാള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെസ്സിക്കും അർജന്റീനയ്ക്കും വേണ്ടി ഇത്രയും സെറ്റിംഗ് നടക്കുന്നു, അല്ലെ ഫേവറിങ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മെസ്സി എന്ന് പറയുന്ന മനുഷ്യനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു കൊള്ളരുതായ്മ, അത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കി. ഇനിയിപ്പോ അതല്ല അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അർജന്റീന എന്ന് പറയുന്ന ടീം നമുക്കറിയാം ഏകദേശം സ്കെലോണി വരുന്നത് വരെയൊക്കെ ഇപ്പം 2019 കോപ്പ അമേരിക്കയിലും സ്കെലോണിയാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ടാണ് സ്കെലോണി അർജന്റീന എന്ന് പറയുന്ന ടീമിനെ പണിതെടുക്കുന്നത്. അപ്പൊ സ്കെലോണി എന്ന് പറയുന്ന മനുഷ്യൻ എടുത്ത പണി ചില്ലറയൊന്നും അല്ല. അപ്പൊ നമ്മൾ അർജന്റീനയ്ക്ക് മുഴുവൻ ഫേവറിംഗ് ആണ് എന്ന് പറയുമ്പോൾ സ്കെലോണി എന്ന മാനേജർക്ക് ഫുട്ബോൾ ലോകം കൊടുക്കുന്ന ഏറ്റവും വലിയ ഡിസ്റെസ്പെക്ട് ആയി പോകത്തില്ല അതൊക്കെ. അപ്പോ ഞാൻ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച ടീമുകൾ ഒന്ന് അർജന്റീനയും മറ്റൊന്ന് ഫ്രാൻസ്, ഇങ്ങനെ ഉള്ള ടീമുകളാണ്. കാരണം അവര് നമുക്ക് തൊടാൻ കഴിയാത്ത രീതിയിലേക്ക് ഇങ്ങനെ മോൾഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടീമുകളാണ്. നമ്മൾ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ഫാൻ അതത്ര ഓക്കെ ആയിട്ടുള്ള പരിപാടി അല്ല. ഇപ്പം മെസ്സിയുടെ കേസ് തന്നെ എടുത്ത് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പില് മെസ്സിയുടെ പെനാൽറ്റികളെ പറ്റിയിട്ട് ഒരുപാട് നമ്മൾ കളിയാക്കിയിരുന്നു. എന്താ മൊത്തം പെനാൽറ്റി ആയിരുന്നു, 5 മേളിൽ പെനാൽറ്റി വന്നു, പെനാൽറ്റി കിട്ടി, ഇത്രയും പെനാൽറ്റി അടിച്ചിട്ടാണ് മെസ്സി ടോപ്പ് സ്കോർ മെസ്സി വേൾഡ് കപ്പ് അടിച്ചത് എന്നൊക്കെ പറയാം. പക്ഷെ ഇന്ന് ഈ പ്രാവശ്യം നോക്കിയാൽ കിട്ടിയ പെനാൽറ്റി ആൾ അടിച്ച് അയ്യത്ത് കളഞ്ഞു, എന്നിട്ട് ഓപ്പൺ ഗോൾസ് ആണ് അടിച്ചത്. ഇന്നിനിപ്പോ പുതിയ ഈ ഒരു ജനറേഷന്റെ ഫുട്ബോളിന്റെ പുതിയ മുഖങ്ങൾ എന്ന് പറയുന്നത് ഏർലിംഗ് ഹാലൻഡും അതേപോലെ വിനീഷ്യസ് ജൂനിയറും കിലിയൻ എംബാപ്പയൊക്കെയാണ്. അപ്പൊ അവരോടൊപ്പം ലയണൽ മെസ്സിയും ആ ഗോൾ റേസിംഗിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. നമ്മളത് മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ പ്ലെയറിന് നമ്മൾ ഫുട്ബോൾ ലോകം കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സീസും അല്ലെങ്കിൽ അലിഗേഷൻസും ഒക്കെ സത്യമല്ല എങ്കിൽ നമ്മളിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അതിന്റെ പേരിൽ നമ്മൾ പശ്ചാത്തപിക്കേണ്ടി വരും. സോ കോൺട്രവേഴ്സീസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും അങ്ങോട്ട് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. ഒരു വീഡിയോ പോലും ഇടാൻ പറ്റത്തില്ല. അർജന്റീനയ്ക്ക് എതിരായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് നെഗറ്റീവായിട്ട് അർജന്റീനയെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടാൽ തെറി, പോസിറ്റീവായിട്ട് ഇട്ടാൽ വേറെ തെറി, മൊത്തത്തിൽ തെറിയോട് തെറി. അർജന്റീനയെ പറ്റി ഇപ്പൊ വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. കോൺട്രവേഴ്സീസ് നിലനിൽക്കട്ടെ, അതിന്റെ സത്യാവസ്ഥകൾ പുറത്തേക്ക് വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.